ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചന പുസ്തകം 40-ാം അധ്യായം 18-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഞാൻ അങ്ങയെ ആരായിട്ട് കാണണം? എന്താണ് അങ്ങയെ വിളിക്കേണ്ടത്? അങ്ങയെ ഒരു ഗുരുവായിട്ടാണോ കാണേണ്ടത്? അതോ ഒരു പ്രഭാഷകനായിട്ടാണോ? അല്ലെങ്കിൽ ഒരു പിതാവായി കാണണമോ? അതോ അങ്ങയെ ഒരു യജമാനനായി കാണണമോ? അല്ലെങ്കിൽ ദൈവമായി കാണുന്നതാണോ ശരി? ആ ഗുരു പറഞ്ഞു, ഏതാണ് നിനക്ക് ഉചിതം എന്ന് തോന്നുന്നത്, അങ്ങനെ നിനക്കെന്നെ വിളിക്കാം. നീ എന്നെ ഗുരുവായി കണ്ടാൽ അതിൻ്റെ അർത്ഥം നീ ഒരു നല്ല ശിഷ്യനാണെന്നാണ്. നീ എന്നെ ഒരു പ്രഭാഷകനായിട്ടാണ് കാണുന്നതെങ്കിൽ നീ ഒരു നല്ല ശ്രോതാവായിരിക്കില്ലേ? നീ എന്നെ പിതാവായി കാണുന്നുവെങ്കിൽ നീ ഒരു നല്ല മകനായിരിക്കും. നീ എന്നെ യജമാനനായി കണ്ടാൽ നീ ഒരു ഭൃത്യനാണെന്ന് അർത്ഥം. എന്നെ ദൈവമായി കണ്ടാൽ നീ ഒരു നല്ല ഭക്തനാണെന്ന് ഗ്രഹിക്കാം. നീ എന്നെ എങ്ങനെ കണ്ടാലും ഞാൻ എന്താണോ അതുതന്നെയായിരിക്കും ഞാൻ. എന്നാൽ നിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. ഈ ഗുരുവിൻ്റെ വാക്കുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്ന് പ്രയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ഗ്രഹിക്കാൻ കഴിയും. നാം സ്നേഹപൂർവ്വം ഒരാളിനെ കാണുന്നെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. നാം ഒരാളെ വാശിയോടെ കാണുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വാശി നിലനിൽക്കുന്നു എന്നർത്ഥം. ഒരാളെ ശത്രുവായി കാണുമ്പോൾ അയാളുടെ ഹൃദയത്തിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ് ശത്രുത എന്നാണ് അർത്ഥം. ഇന്ന് സമൂഹത്തിൽ മറ്റുള്ളവരെ കാണുന്നത് എങ്ങനെയൊക്കെയാണ് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലല്ല, നമ്മുടെ സ്വന്തം ജീവിതത്തിലാണ് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത്. നാം ഒരു പന്ത് ഭിത്തിയിലെറിയുമ്പോൾ അത് തിരികെ വരുന്നത് നമ്മുടെ ഏറിൻ്റെ ശക്തി അനുസരിച്ചാണ്. ഇത് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു സത്യമാണ്. അതാണ് ന്യൂട്ടൻ പറഞ്ഞത്, എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ന്യൂട്ടൻ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും നമ്മുടെ മാനസികവും സ്വഭാവരീതികളും ആധ്യാത്മികവുമായ എല്ലാറ്റെക്കുറിച്ചും ഇതൊരു സത്യമാണ്. സ്നേഹിക്കുവിൻ, സ്നേഹം തിരികെ ലഭിക്കും. ബഹുമാനിപ്പീൻ, ബഹുമാനം തിരികെ ലഭിക്കും. വെറുത്താലോ തിരികെ ലഭിക്കുന്നത് വെറുപ്പ് തന്നെയായിരിക്കും. ദൈവത്തെ നാം കാണുന്നത് ആരായിട്ടാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത രീതിയും. ഉന്നതവും ഉത്തമവുമായ മാനദണ്ഡവും ഉന്നത കാഴ്ചപ്പാടുകളും ചിന്താസരണികളും ഉള്ളവർ സമൂഹത്തിൽ ഉന്നതരായി അംഗീകരിക്കപ്പെടും. നികൃഷ്ടഭാവമുള്ളവരോ എന്നും നികൃഷ്ടരായി ജീവിക്കും. ആകയാൽ നമ്മുടെ ജീവിതം ഉന്നത ഭാവവും ഉന്നത ദർശനവുമുള്ളതാവാൻ വേണ്ടുന്ന വ്യതിയാനം ജീവിതത്തിൽ വരുത്തുവാൻ നമുക്കും സാധ്യമാവട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവരെ സ്നേഹത്തിൻ്റെ കണ്ണുകളിൽ കാണുവാൻ, ദയയുടെ കണ്ണുകളിൽ കാണുവാൻ, മനസ്സലിവിൻ്റെ കണ്ണുകളിൽ കാണുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. ബഹുമാനിപ്പാനും സ്നേഹിക്കുവാനും തന്നെ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.